നമസ്കാരം, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ ന്യൂ ഇയർ അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാ? മാനിഫെസ്റ്റേഷൻ മാഡം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴേ നല്ലൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ കുറച്ച് ജോലി എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. എത്ര പേർക്ക് ന്യൂ ഇയറിൽ നിങ്ങളുടെ ഒരു ഭാഗ്യവർഷമാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്? ഒന്ന് വന്നേ. എന്താ നിങ്ങൾക്ക് ഈ ഒരു വർഷം വേണ്ടേ? 2025 നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചിന്തിച്ച 2025 എൻ്റെ ഭാഗ്യവർഷമായിരുന്നു. സൂപ്പർ ഇയർ ആയിരുന്നു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയില്ലേ? ആ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതിൽ ഒരു കാര്യം മാത്രമാണ് എൻ്റെ ഒരു വിഷാണ് നടക്കാതിരുന്നേക്കുന്നത്. അതേതാണെന്ന് വെച്ചാൽ പോഡ്കാസ്റ്റ് തുടങ്ങണം എന്നുള്ളതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രം നടന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്ന ഒരു ഭാഗ്യവർഷമായിരുന്നു 2025. അപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഭാഗ്യവർഷമാക്കണോ 2026? അടുത്ത തവണ ഈ ഒരു 2027 വെൽക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ, ഞാൻ ആഗ്രഹിച്ച എൻ്റെ ജോലി കിട്ടി, എൻ്റെ വരുമാനം, എനിക്കൊരു സ്വപ്നമായിരുന്നു, എനിക്കൊരു 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ വീട് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ആ സ്വപ്ന കാറുണ്ടല്ലോ, ആ ഒരു വണ്ടി എനിക്കൊന്ന് ഓടിക്കണം, എന്നിട്ട് എനിക്ക് മൂന്നാറൊന്ന് പോകണം എൻ്റെ ഫുൾ ഫാമിലി ആയിട്ട്. ഇങ്ങനെ നമുക്ക് ഒത്തിരി 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 സ്വപ്നങ്ങളുണ്ടാവും അല്ലേ? പല പല സ്വപ്നങ്ങളുമാണ് നമ്മളെ എന്തായിട്ട് മാറ്റണത്, വലുതായിട്ട് ചിന്തിക്കാനും വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനൊക്കെ സഹായിക്കണത് എന്താണ്? നല്ല സ്വപ്നങ്ങളാണ്. അപ്പം നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനായിട്ട് ധൈര്യമില്ലാത്ത ഒരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ ചിന്തിച്ച് നോക്കിയാലുണ്ടല്ലോ, ഒരു ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത സ്ട്രഗിൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രൈസ് ടാഗ് നോക്കാതെ എന്തും വാങ്ങാനുള്ളൊരു കേപ്പബിലിറ്റിയിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്നറിയാമോ, ഏത് വീട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണമാക്കാതിരുന്ന ലൈഫിൽ എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള മാജിക്കൽ പവർ നമുക്കുണ്ട്. അപ്പം നമ്മൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് എന്ത് എളുപ്പമെന്നറിയോ? കാര്യം യൂണിവേഴ്സിലുണ്ടല്ലോ എല്ലാം അത്രയും അബണ്ടൻസിലുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. കുറവുള്ളത് എവിടെയാണ്? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് പോയേ, എനിക്കൊന്നും നടക്കൂലേ എന്ന് വിചാരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ? കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ധൈര്യത്തോടെ ചോദിക്കാനായിട്ടുള്ള ധൈര്യം കാണണം. പിന്നെ എങ്ങനെ ചോദിക്കണം എന്നൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ പൈസ തന്ന് എൻ്റെ 1 മന്ത് ക്ലാസ്സിൽ വരിക. ഇപ്പം നിങ്ങൾ എൻ്റെ ലൈഫ് കോച്ച് ഷീജയുടെ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഫോളോവേഴ്സാണ്, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ന്യൂ ഇയറിലൊരു ഓഫറുണ്ട്. ആദ്യത്തെ 100 പേർക്ക് റെഗുലർ ഫീസ് സാധാരണ ഞാൻ 6666 രൂപയ്ക്കാണ് 1 മന്ത് പ്രോഗ്രാം പഠിപ്പിക്കാറുള്ളത്. പക്ഷെ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സാണ്, എന്നെ ഗ്രോത്തിലേക്ക് ആകാൻ സഹായിക്കുന്ന ഒരാളാണ്, എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം എന്താണെന്നറിയാമോ? മാമിൻ്റെ പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ റെഗുലർ കാണുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ 50% ഓഫിൽ. ഞാൻ ഇപ്പോഴും ആലോചിച്ച 4 വർഷം മുമ്പ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ 21 ഡേയ്സ് ക്ലാസ്സിന് ചാർജ് ചെയ്തിരുന്നത് 5000+ ആയിരുന്നു. 5000 രൂപയാണ് ഞാനന്ന് ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ ഈ കാശില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് കഴിഞ്ഞ് 4 വർഷം പഠിപ്പിച്ചു. എഗെയിൻ 199 പഠിപ്പിച്ചു, 499 പഠിപ്പിച്ചു, 1000 രൂപയ്ക്ക് പഠിപ്പിച്ചു. ഇപ്പം ഞാൻ നിങ്ങളെ ഈ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട്, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്ക് ഒത്തിരി അധികം എൻ്റെ സ്റ്റുഡൻസ്, ഒരു 25,000 സ്റ്റുഡൻസ് എനിക്കിപ്പോൾ ഉണ്ട് ഈ ഒരു 3-4 വർഷത്തിൽ. ആ ഓരോ സ്റ്റുഡൻസും തന്ന സപ്പോർട്ടും ട്രസ്റ്റുമാണ് എന്നെ ലൈഫ് കോച്ച് ഷീജ എന്നുള്ള ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഫോളോവേഴ്സിന് 2500-ന് 1 മന്ത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഭാഗ്യവർഷമാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മില്യണിയർ ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ടിങ്ങ് പോകുന്നുള്ളൂ ഇപ്പം തന്നെ. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഞാൻ ദുബായിലാണ്, അല്ലെ ജപ്പാനിലാണ്, അമേരിക്കയിലാണ്, അപ്പോൾ എങ്ങനെ ഇന്ത്യൻ ടൈമിൽ ജോയിൻ ചെയ്യും? ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് വന്നു. 24/7 അവൈലബിൾ ആയിട്ട് റെക്കോർഡിങ് കിട്ടും. അപ്പോൾ 1 മന്ത് എന്ന് പറഞ്ഞാൽ 25 hours ഓഫ് ലേണിംഗ് ആണ്. എങ്ങനെ മാനിഫെസ്റ്റേഷൻ പഠിക്കാം, എത്ര നെഗറ്റീവ് ആണെങ്കിലും എങ്ങനെ പോസിറ്റീവ് ആകാം, എങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ എഫേർട്ട്ലെസ് ആയിട്ട് നേടാം എന്നുള്ളത് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മളുടെ ജനുവരി 1 2026 എന്ന് പറഞ്ഞാൽ
വലിയൊരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. 111 പോർട്ടൽ എന്ന് പറയും. കാര്യം എന്താ? ജനുവരി 1 എന്ന് പറയുന്നത് 1-ാം തീയതി. മന്ത് ഏതാണ്? 1-ാമത്തെ മാസം. 2026 കൂട്ടിയ എത്രയാണ് കിട്ടണേ? 1. അപ്പോൾ 111 എന്ന് പറയുന്ന പോർട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് പോർട്ടലാണ്. ഈ ഒരു പോർട്ടലിൽ നമ്മൾ എന്ത് എഴുതിയാലും ഉണ്ടല്ലോ നമുക്ക് കിട്ടും. പക്ഷെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? അതിൻ്റെ സ്റ്റെപ്പൊക്കെ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ എഴുതി അനുവിന് ലാൻഡ് ക്രൂസറാണ് അനുവിൻ്റെ മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് നടന്നത്. അപ്പോൾ അനു എൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു 5 മാസം മുമ്പ് അനുവിൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു വണ്ടി മേടിക്കണം എന്നുള്ളത്. എഗെയിൻ ആരതി ശരിക്കും എൻ്റെ പേഴ്സണൽ മെമ്പർഷിപ്പിലേക്ക് വന്ന് ഇപ്പോൾ ആരതിയുടെ ഹസ്ബൻഡ് ഡയമണ്ട് മെമ്പർഷിപ്പിലുണ്ട്. ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് സ്വന്തമായിട്ട് ലണ്ടനിൽ വാങ്ങണം എന്നുള്ളത്. അവരുടെ കീ കിട്ടി കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 2500 പേരുടെയെങ്കിലും വോയിസ് നോട്ട് എൻ്റെ കയ്യിലുണ്ട് അവരുടെ മാനിഫെസ്റ്റേഷൻ നടന്നതിൻ്റെ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പം ചെയ്യണ ലെവലിൽ ഈ ഒരു വീഡിയോ കാണാതെ പോവുക. പക്ഷെ വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഒന്ന് വിശ്വസിച്ച് ചെയ്തു നോക്കുക. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക്കാണ്. പക്ഷേ വിശ്വാസമുള്ളവർക്ക് മാത്രം കേട്ടോ. അല്ലാത്ത ആൾക്കാർ ഈ പണിക്ക് വരാതിരിക്കുക, ഒരു കമൻറ്റും ഇടണ്ട, താങ്ക് യു പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിപ്പോവുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ആൾക്കാർ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക, സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എന്താ പറഞ്ഞത്? 111 പോർട്ടൽ ഓപ്പൺ ആണ് ജനുവരി 1-ാം തീയതി. അപ്പം നമ്മൾ അന്ന് രാവിലെയാണ് നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ തലേ ദിവസം 31st നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ ഇരിക്കാൻ നോക്കണം. കാര്യം 1-ാം തീയതിയിലേക്ക് പോകണമെങ്കിൽ 31-ാം തീയതി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കഴിയുന്നത് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകരുത്. മാക്സിമം നമ്മൾ കോൺഷ്യസ് ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1-ാം തീയതി രാവിലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് നമുക്ക് 11:10 നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ രാത്രി 11:10 എഴുതാം. ഇതാണ് നമ്മളുടെ ഏറ്റവും നല്ലൊരു സമയം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഗോൾ എന്നുള്ളത് ക്ലാരിറ്റിയോടെ റെഡിയാക്കി വെക്കണം. അപ്പോൾ 31st തന്നെ ആലോചിക്കണം, എനിക്ക് ഈ വർഷം എന്താ വേണ്ടേ. അത് ചിന്തിക്കാനാണ് ഈ 31st നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാര്യം ഒരു സമയത്ത് ഒരു മാനിഫെസ്റ്റേഷൻ എഴുതാവുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആ പ്രയോറിറ്റിയിലുള്ള ഈ 2026 വേണ്ടത്? ജോലി വേണം എന്നാണോ? അതോ ഇത്ര ശമ്പളം വേണം എന്നാണോ? അതോ നിങ്ങളുടെ ഹെൽത്താണോ? അതോ നിങ്ങൾക്കൊരു വണ്ടി മേടിക്കണം എന്നാണോ? അതൊരു വീട് വെക്കാനാണോ എന്നാണോ? എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? അതിൻ്റെ പോസ്റ്റ് വേണം എന്നാണോ? അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും ആണോ? കല്യാണം നടക്കണം എന്നാണോ? എന്ത് സാധനമാണ് വേണ്ടത് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയിൽ ചിന്തിച്ച് ഉറപ്പിച്ച് വയ്ക്കുക. അവരെന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുക്കുക, ഒരു പച്ച പെണ്ണെടുക്കുക. ഇത് രണ്ടും നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ എഴുതാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം ആ ഒരു ദിവസത്തിൽ. അപ്പോൾ ഏറ്റവും നല്ല സമയം 11:10 എഗെയിൻ രാത്രി 11:10 AM അല്ലെങ്കിൽ PM. പക്ഷെ നിങ്ങൾക്ക് രാവിലെ 12 മണി തൊട്ട് രാത്രി 12 മണിക്കും 11:55 വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും എഴുതാം. അതായത് രാവിലെ 12 AM തൊട്ട് രാത്രി ആ 12 PM മുമ്പ് 11:55 PM വരെയുള്ള 24 hours ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എഴുതാം. പക്ഷേ ഏറ്റവും നല്ല സമയം 11:10 11:10 PM ആയിരിക്കും. ആ ഒരു ടൈമായിരിക്കും ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള സമയം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിന് സങ്കല്പിക്കാൻ പറ്റണ, വിശ്വസിക്കാൻ പറ്റണ കാര്യങ്ങൾ മാത്രം എഴുതുക. കാര്യം നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ഒരു വർഷം 1 കോടി രൂപ വേണം, എനിക്ക് മാസം 1 കോടി രൂപ വരുമാനം വേണം. അത് കിട്ടൂല എന്നൊന്നും ഞാൻ പറയണില്ല. കാര്യം നിങ്ങൾക്ക് അതിലേക്കുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ആ ഗ്ലാസ് സീലിംഗ് ഒക്കെ തകർത്തിട്ട് പോകാനായിട്ടുള്ള ലെവലിലേക്ക് വിശ്വസിക്കാനും ഫീൽ ചെയ്യാനും അത്ര റിച്ച്നെസ് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ധൈര്യമുള്ളവരാണെങ്കിൽ പറ്റും. കാര്യം എന്താ, യൂണിവേഴ്സ് എല്ലാ അബണ്ടൻസിലുണ്ട്. പക്ഷേ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റണം, അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ധൈര്യം ഇല്ലാത്ത ഒരു കാര്യവും എഴുതരുത്. ചുമ്മാ എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല, നടക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. അപ്പോൾ ആ ഒരു കാര്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം നടന്ന ഒരു സന്തോഷം അതാണ് ഫീൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾക്ക് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു, ആ കാര്യം കിട്ടിയിട്ടുള്ളൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ആ വിഷ്വലൈസേഷനോടെ വേണം നമ്മൾ എഴുതാൻ പോകാൻ. അപ്പോൾ എഴുതാൻ പോണതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഏത് സമയമാണ് എഴുതേണ്ടത് തീരുമാനിച്ചിട്ട് നമ്മൾ എഴുതാൻ പോണതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എടുക്കുന്ന റൂം എന്ന് പറയുന്നത്.
വളരെ കാമായിട്ടുള്ളൊരു മനസ്സാവണം. അതാണ് 31st തന്നെ നിങ്ങളോട് ഫ്രീ ആയിട്ടിരിക്കാൻ പറയുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത ആൾക്കാരോട് കച്ചറയ്ക്കൊക്കെ പോവാതെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഒരു പെൻ, ഗ്രീൻ കളർ പെൻ ഒപ്പിക്കുക, ഒരു പേപ്പർ ഒപ്പിക്കുക, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ബുക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പം നമ്മളുടെ മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ മെമ്പർ വീഡിയോസ് കിട്ടും, മെഡിറ്റേഷൻ കിട്ടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എഴുതുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? അപ്പോൾ നമ്മളുടെ മൈൻഡ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നല്ല കാമാവും. കാമാവുമ്പോഴത്തേക്കും എന്താ ഗുണം, എന്താ ഒരു ഇന്നർ പീസ് കിട്ടും. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് ഒരു ബഹളവും ഇല്ലാത്തൊരു സ്ഥലത്ത് ഫോണൊക്കെ കൊണ്ട് അപ്പുറത്തെ മുറി വെക്കണം കേട്ടോ. കാര്യം ഫോണിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നമ്മളുടെ മനസ്സ് ഡിസ്ട്രാക്ഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് കതക് അടയ്ക്കുക, വളരെ വൃത്തിയുള്ളൊരു റൂമിൽ ഇരിക്കുക, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആക്കുക, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മനസ്സിനെ കാമാക്കി ഫോക്കസ്ഡ് ആക്കി ഇരിക്കുന്ന ലെവലിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് മെഡിറ്റേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ പോയിട്ട് ആ മെഡിറ്റേഷൻ മ്യൂസിക് ഇട്ടിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഇടണതിന് മുമ്പ് തന്നെ ആ ഒരു മ്യൂസിക് മാത്രം ബേസ് ചെയ്യുന്ന ലെവലിലേക്ക് പോവുക. നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് വെള്ളം കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വളരെ ചെറിയ ഗ്ലാസ്സിലെടുക്കുക. നിറച്ചിരിക്കുന്ന ലെവലിലേക്ക് ബേസ് ചെയ്യുക. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള് പഞ്ചസാര വേണമെങ്കിൽ ഇട്ടിട്ട് ഒന്ന് കലക്കിയൊക്കെ വെക്കാം. എഗെയിൻ നിങ്ങൾക്കൊരു പേപ്പർ എടുക്കാം, ഗ്രീൻ ഇങ്ക് എടുക്കാം. പിന്നെ ഒരു നല്ല സ്ഥലത്ത് നിങ്ങൾ പോയിട്ടിരിക്കുക. എന്നിട്ട് മാനിഫെസ്റ്റേഷൻ എഴുതുന്ന സമയം ഞാൻ പറഞ്ഞു 11:10 AM അല്ലെങ്കിൽ 11:10 PM അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാം. ഏത് സമയമായാലും കുഴപ്പമില്ല. ആ ഒരു ദിവസം 1-ാം തീയതി ബേസ് ചെയ്യാം. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മെഡിറ്റേഷനൊക്കെ ബേസ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ ആ ഗോൾ എന്താണോ വേണ്ടത് ആ ഗോൾ നടന്നതായിട്ടാണ് എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ വരുമാനം കിട്ടിയെന്നാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ നിങ്ങളത് കിട്ടിയതായിട്ട് തന്നെ എഴുതുക. അതായത് ഐ എം സോ ഹാപ്പിലി ആൻഡ് ജോയ്ഫുള്ളി ഏർണിംഗ് 10 lakh rupees പെർ മന്ത്. അപ്പം അത് എന്താണോ നടക്കുന്നത് എനിക്കത് ആ കിട്ടിയതിന് നന്ദി എന്നുള്ള ലെവലിൽ തന്നെ ബേസ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ആ എഴുതുമ്പോൾ തന്നെ അപ്പോൾ ആ ജോലിയാണെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ജോലി കിട്ടിയതിന് നന്ദിയായിട്ട് തന്നെ ബേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ലെവലിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. വളരെ സിമ്പിളായിട്ട് എഴുതുക. ജോലി കിട്ടിയതിന് നന്ദി. അപ്പോൾ ഇന്ന പോസ്റ്റിലുള്ള ജോലി കിട്ടിയതിന് നന്ദി. അപ്പോൾ ഓൾറെഡി നടന്നതായിട്ടാണ് നമ്മൾ എഴുതുക. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ഒരു എന്താണ് വലിയ 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 വാക്കുകളൊന്നും വേണ്ട, സിമ്പിൾ വാക്ക് മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു വരുമാനമാണ് കിട്ടിയെങ്കിൽ 1 ലക്ഷം രൂപ വരുമാനം കിട്ടിയതിന് നന്ദി. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ എഴുതുക. 11 ടൈംസ് എഴുതുക. ഒരു ദിവസം എഴുതിയാൽ മതി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ ആ വെള്ളം എടുക്കുക. ആ വെള്ളത്തിന് നമ്മളൊരു പവർ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ, ആ ഒരു വെള്ളത്തിൽ ഒരു മാജിക് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് ഭയങ്കര പവറാണ്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മൾ പ്രപഞ്ചത്തിന് ഒരു നന്ദി പറയാൻ പോവാണ്. കാര്യം എന്താ, പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത എന്താ, പ്രപഞ്ചത്തിലെല്ലാം അബണ്ടൻസിലുണ്ട്. നമ്മൾക്ക് എന്താ ഒന്നും കിട്ടാതിരിക്കണേ, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സ്കേഴ്സിറ്റി കൊണ്ടാണ്. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ വെള്ളത്തിന് നമ്മളൊരു പവർ കൊടുക്കുകയാണ്. നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണ്, പ്രപഞ്ചം എൻ്റെ ഈ ഒരു ആഗ്രഹം, ഈ ഒരു വരുമാനം എനിക്ക് 1 ലക്ഷം രൂപ തന്നതിന് പ്രപഞ്ചമേ നന്ദി നന്ദി നന്ദി. എഗെയിൻ ഭാഗ്യമുള്ള ഈ ഒരു ജീവിതം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി നന്ദി നന്ദി. സന്തോഷമുള്ള ഈ ഒരു ലൈഫ് എനിക്ക് തന്നതിന് നന്ദി നന്ദി നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ നമ്മൾ ആ വെള്ളത്തിനെ ഒന്ന് പവർഫുള്ളാക്കുക. എന്നിട്ട് ഈ വെള്ളം വിശ്വാസത്തോടെ കുടിക്കുക. കാര്യം എന്താ, ആ ഒരു സന്തോഷം ഇല്ലേ, നമ്മളുടെ ആ ഒരു ജോലി, ആ സ്വപ്ന ജോലി കിട്ടി, അല്ലെങ്കിൽ ആ സ്വപ്ന ഭവനം നമ്മൾക്ക് റിയാലിറ്റി ആയിട്ട് നമ്മളവിടെ പാല് കാച്ചി ആ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മളിങ്ങനെ കാണുവാണ്. അപ്പം നമ്മൾക്കുള്ള ആ ഒരു പ്രൗഡായിട്ടുള്ളൊരു അവസ്ഥ ആലോചിക്കണം. അച്ഛൻ വന്നിട്ട് പറയാ, മോനെ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിപ്പോട്ടോ, എനിക്ക് നിന്നെ പറ്റി കാണുമ്പോൾ തന്നെ അഭിമാനമാടാ മോനെ, അടിപൊളിയാടാ എന്ന് പറഞ്ഞിങ്ങനെ തട്ടിയതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് പറയാണ്, ഓ ചേട്ടാ, ചേട്ടൻ്റെ കഴിവുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു വീടൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയത്, എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ ചേട്ടാ, അടിപൊളിയായിട്ട് ചേട്ടൻ ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്തല്ലോ ചേട്ടാ, താങ്ക് യു. അപ്പോൾ നമ്മളുടെ വൈഫ് പറയുകയാണ് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്ത് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അത്രയും സ്നേഹത്തോടെ നമ്മളോട് പറയുന്ന ആ ഒരു ഫീലിംഗ്
കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് പ്രൗഡായിരിക്കും തോന്നണേ, മക്കളുടെ സന്തോഷം, ഇതൊക്കെ നമ്മൾക്ക്, അല്ലെങ്കിൽ ആ കാറ് മേടിച്ചിട്ട് നമ്മൾ മൂന്നാർ പോവാണ്. അപ്പോൾ നമ്മളുടെ കുഞ്ഞു മക്കൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറയുകയാണ്, അച്ഛൻ നല്ല അച്ഛനാട്ടോ, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ലെവലിൽ, കാര്യം മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫീലിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എഴുതിയ പേപ്പർ നമ്മൾ അന്ന് രാത്രി കിടക്കുമ്പോൾ നമ്മളുടെ തലോണയുടെ താഴെ വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആ ഒരു പേപ്പർ വേണമെങ്കിൽ കത്തിച്ച് കളഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ചെടിയുടെ ചോട്ടിലേക്ക് അത് ഒഴിക്കാം. പിറ്റേ ദിവസം എടുത്താൽ മതി. അതായത് 1-ാം തീയതി നമ്മൾ രാത്രി എഴുതിയ 3-ാം തീയതി നമ്മൾ എടുത്തിട്ട് അത് കത്തിച്ച് കളഞ്ഞാൽ മതി. അപ്പം അല്ലെങ്കിൽ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ 2-ാം തീയതി ഇല കിട്ടണേ, 2-ാം തീയതി രാവിലെ എടുത്ത് ഒരു ദിവസം നമ്മളൊരു 24 hours അത് ബേസ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് അത് കത്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ, ആ ചെടിയുടെ ചോട്ടിലേക്കൊക്കെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ ചാരം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണം, ഈ പ്രപഞ്ചം എൻ്റെ ആഗ്രഹം നടത്തി. എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ ഒരു റിച്ച്നെസ് നമ്മൾക്ക് മനസ്സിൽ കൊണ്ടുവന്ന് സന്തോഷത്തോടെ ആ ഒരു ആഗ്രഹം നടന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുക. പിന്നെ അതിൽ നിന്ന് അങ്ങ് ഡിറ്റാച്ച് ചെയ്യുക. കാര്യം ഏത് ആഗ്രഹവും നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കാര്യം ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. പക്ഷേ നമ്മളത് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്തായിരിക്കണം, ഞാനിതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി എല്ലാം പ്രപഞ്ചം നോക്കിക്കോളും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ഒരു ആഗ്രഹം, ഈ ഒരു പ്രപഞ്ചം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ അതിന് അർഹനാണ്. എനിക്കതിൻ്റെ ഡിവൈൻ ടൈമിങ്ങിൽ അതെനിക്ക് കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 100% നിങ്ങൾ ധൈര്യത്തോടെ ചെയ്യുക. ഒരിക്കൽ പോലും എപ്പോൾ കിട്ടും, എന്ന് കിട്ടും, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ റിച്ച്നെസ് നിങ്ങൾ ഓരോ ദിവസവും ഫീൽ ചെയ്യുക. നന്ദി എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് ഓരോ ദിവസവും കൊടുക്കുക. ഇത് കിട്ടിയതിന് നന്ദി എന്ന് പറയുന്ന ലെവലിലേക്ക് എവറി ഡേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ കൊടുക്കും തോറും നമ്മുടെ വൈബ്രേഷൻ ഉയരും, ലൈഫ് മാറും. പിന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലൈഫ് കോച്ച് ടീച്ചർ അക്കാഡമിയിലേക്ക് വരിക. ഇപ്പോൾ പറയുന്ന പല ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ, തനിച്ച് ഈ പ്രാക്ടീസുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ, സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അപ്പം നമ്മൾ സ്ട്രക്ക് ആവാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സപ്പോർട്ടോടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ലൈഫ് കോച്ച് ടീച്ചറിലേക്ക് വരിക. അത്രയും റിസൾട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലൈഫ് കോച്ച് ടീച്ചർ. നിങ്ങൾക്ക് പോയി റിവ്യൂ നോക്കാം. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ 5 സ്റ്റാർ റിവ്യൂ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ സ്വപ്നമാണെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വന്നിട്ട് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് വന്ന് നോക്കുക. നമ്മുടെ വർക്ക്ഷോപ്പുകൾ, മോർണിംഗ് വർക്ക്ഷോപ്പുണ്ട്. അത് ശരിക്കും രാവിലെ 5 മണിക്കാണ്. മന്ത്ലി ഒരു ബാച്ചേ ഉള്ളൂ. ഇനി മോർണിംഗ് വർക്ക്ഷോപ്പ്, മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും 5 സ്റ്റാർ റേറ്റുള്ള ഒരു വർക്ക്ഷോപ്പാണ്. 10 മണിക്കൂർ ലേണിംഗ് ആണ്. അഗെയിൻ 1 month മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫാണ്. മാനിഫെസ്റ്റേഷൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 മണിക്കൂർ ലേണിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അത്രയും മാജിക്കലി, ഒരു മജീഷ്യനെ പോലെ, ഒരു കാന്തം പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇതിൽ കാണുന്ന നമ്പറിൽ. അപ്പോൾ നമ്മൾക്ക് സ്ട്രക്ചേർഡായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഈ ഒരു കമ്മ്യൂണിറ്റി പ്രത്യേകത എന്നറിയാമോ, 30 കൺട്രിയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും, ഇവർക്കൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇത്ര എഫേർട്ട്ലെസ് ആണോ? സത്യമായിട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആണ്. എന്തും നേടാനുള്ള കഴിവുണ്ടല്ലോ നമുക്കുണ്ട്. ആ ഒരു മാജിക്കൽ പവറിലേക്ക് പോവാൻ നമ്മളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളെ ഒന്ന് മാറ്റിപ്പിടിച്ച് നല്ല ചിന്തകളോടെ പോസിറ്റീവായിട്ട് നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ ലൈഫ് മാറും. അപ്പോൾ വൈബ് ഉയർത്തണം, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് വരിക. ഇപ്പോൾ നമ്മളുടെ പേജൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്, നമ്മളുടെ സ്ട്രോങ് സപ്പോർട്ടർ ആണെങ്കിൽ 50% ഓഫിൽ 2500 രൂപയ്ക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം 100 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ 1111 പോർട്ടൽ ഉണ്ടല്ലോ, 111 പോർട്ടൽ, ധൈര്യമായിട്ട് പോയി എഴുതിക്കോളൂ. വിശ്വാസത്തിൽ ഈ പ്രാക്ടീസുകൾ ചെയ്തോളൂ. നിങ്ങൾ എന്ത് എഴുതിയാലും
അതൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഉടുത്തേക്കുന്ന സാരി എന്താണെന്നറിയാമോ? ഒരു കേരള സാരിയിൽ ഹാൻഡ് പെയിൻറ് ചെയ്തൊരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ഇന്നത്തെ മാല ഡയമണ്ടാണ് ഇട്ടേക്കണത്. അഗെയിൻ വളകളും എൻ്റെ ഒരു പഴയ കളക്ഷനാണ്. അപ്പോൾ ഇന്ന് സത്യസന്ധമായിട്ട് വന്ന നല്ല സുന്ദരിയായിട്ട് വന്നേക്കണേ. പൊട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് വന്നേക്കണേ. നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്നെ ഇത്ര അധികം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേന്, എൻ്റെ കൂടെ ഇത്ര അധികം നല്ല രീതിയിലേക്ക് കട്ടയ്ക്ക് നിൽക്കണേന്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പ് ഇട്ടത്. ഡയമണ്ട് മെമ്പർഷിപ്പ് ഇട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാമോ? 45 പേരാണ് 5 ഇയർ എൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത്. സിംഗിൾ ഡേയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു യൂട്യൂബിൽ ഞാൻ വന്ന് ഇങ്ങനെ നിങ്ങളെ 199 റുപ്പീസിന് പഠിപ്പിക്കാൻ തുടങ്ങിയ എനിക്ക് തന്നൊരു വലിയൊരു ഗുരുദക്ഷിണയായിരുന്നു 5 വർഷത്തേക്ക് എൻ്റെ കൂടെ പഠിക്കാൻ 45 പേര് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇത്രയും ഒരു ഭാഗ്യമുള്ളൊരു ലൈഫ് തന്ന നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? എനിക്കറിയില്ല, വാക്കുകളില്ല. കാര്യം നിങ്ങൾ എന്നെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്, അത്ര ട്രസ്റ്റ് ചെയ്യണുണ്ട്, കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മാനിഫെസ്റ്റേഷൻ എഴുതിയിട്ടേ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ വന്ന് കമൻറ്റ് ചെയ്യണം. എഗെയിൻ എന്താണ് നിങ്ങളുടെ ആ ഗോൾ എന്നുള്ളത് ഈ ഒരു ചാറ്റിലേക്ക് കമൻറ്റിലേക്ക് എഴുതിക്കോളൂ. കാര്യം എന്താ, യൂണിവേഴ്സ് മുഴുവൻ അബണ്ടൻസിലാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ നടക്കാൻ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരുടെയും ഇതൊക്കെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹാപ്പി ന്യൂ ഇയർ. ബൈ. ടേക്ക് കെയർ.